അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയും നടിയുമായ രേണു സുധിക്ക് പിന്തുണയുമായി എഴുത്തുകാരി എസ് ശാരദക്കുട്ടി. ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും തൻ്റെ നിലമൊരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട് രേണുവിനറിയാമെന്നും കാലത്തിനൊത്ത കോലം കെട്ടാനും വേണം ഒരു സാമർത്ഥ്യമെന്നും ശാരദക്കുട്ടി പറയുന്നു. ഫേസ്ബുക്കിലാണ് അവർ പോസ്റ്റ് പങ്കുവച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ചാനലുകളിലെ കോമഡി പ്രോഗ്രാം ശ്രദ്ധിക്കാത്തതുകൊണ്ടാകും കൊല്ലം സുധിയെ എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണദിവസം മുതൽ രേണു സുധിയെ അറിയാം. പെർഫോമറായ രേണു സുധിയെ ഭർത്താവെന്ന നിലയിലല്ലാതെ കൊല്ലം സുധിയെ ഒരു പെർഫോമറായി ഞാൻ കണ്ടിട്ടേയില്ല. പിന്നോട്ടോടിപ്പോയി കാണണമെന്നൊന്നും തോന്നിയിട്ടുമില്ല. രേണു സുധിയുടെ വീഡിയോയും റീൽസും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല എന്ന തരത്തിൽ തിക്കി തിരക്കി നമ്മളിലേക്ക് വരുന്നുമുണ്ട്. ദാസ് എന്ന ഒരു ആർട്ടിസ്റ്റ് താനാണ് രേണു സുധിയെ ഇന്ന് കാണുന്ന രേണു സുധി ആക്കിയതെന്ന് അവകാശപ്പെടുന്നത് കണ്ടു. തന്നെത്താനെ തെറിയും ആഭാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട ഒരു പെണ്ണെവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഉടൻ വരും രക്ഷകർത്താക്കൾ. കൊല്ലം സുധിയും ദാസ് കോഴിക്കോടും എന്തായാലും ഇപ്പോൾ രേണു സുധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. പൊട്ടിപ്പെണ്ണെന്ന മട്ടിൽ ഒന്നാന്തരം ഗെയിമുകൾ കളിക്കാൻ അറിയാവുന്ന രേണു സുധി ഇപ്പോൾ പറയുന്നതിലും മികച്ച വർത്തമാനം പറഞ്ഞു തുടങ്ങും. ആളുകൾ അറിയും ആണുകളിയും മൂത്താൽ. അവർക്കറിയാം ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും തൻ്റെ നിലം ഒരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട്. കാലത്തിനൊത്ത കോലം കെട്ടാനും വേണം ഒരു സാമർത്ഥ്യം. അതിനിടയിൽ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണു സുധി കാര്യമാക്കുന്നില്ല. അവർ തൻ്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. അതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ എന്നും ശാരദക്കുട്ടി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. എന്നാൽ ഫേസ്ബുക്കിലൂടെ ശാരദക്കുട്ടി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മറുപടിയുമായി ദാസേട്ടൻ കോഴിക്കോടും എത്തി. രേണു സുധിയെ ഇന്നു കാണുന്ന രേണു സുധിയാക്കിയത് ദാസ് എന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് അവകാശപ്പെടുന്നത് കണ്ടു. തന്നെത്താനെ തെറിയും ആഭാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ടൊരു പെണ്ണ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഉടൻ വരും രക്ഷകർത്താക്കൾ എന്നാണ് ശാരദക്കുട്ടി സോഷ്യൽ മീഡിയയിൽ ദാസിനെ കുറിച്ച് കുറിച്ചത്. എന്നാൽ നിങ്ങളെപ്പോലുള്ള മുതിർന്ന ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയരുതെന്ന് ഷൺമുഖദാസ് എന്ന ദാസേട്ടൻ കോഴിക്കോടും ഫേസ്ബുക്കിൽ മറുപടിയായി കുറിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയരുത് ബഹുമാനപ്പെട്ട ശാരദക്കുട്ടി ടീച്ചറെ. നിങ്ങളെപ്പോലുള്ള മുതിർന്ന ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയരുത്. ഞാൻ ആരുടെയും രക്ഷിതാവാണെന്നും പറഞ്ഞിട്ടില്ല. പ്രൊഫഷണൽ റീൽസ് അവർ എത്തിയത് റീലിൽ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് അവർ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഷൺമുഖദാസ് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.